ഡിവിസിബിലിറ്റി ബൈ 11. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് കാണാം നോക്കാം. ഈസി ട്രിക്കാണ്. അപ്പോൾ ഒരു നമ്പർ 11 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ നമ്പറിൻ്റെ ഒരു പാറ്റേൺ മാത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അല്ലാതെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എ ബി ബി എ ഈ ഒരു ഫോമാറ്റ് ആണെങ്കിൽ എപ്പോഴും ഇറ്റ് വിൽ ബി ഡിവിസിബിൾ ബൈ 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. നമുക്കിങ്ങനെ ഡിവിസിബിളിൻ്റെ ഇതിടാം. അപ്പോൾ എ ബി ബി എ ഡിവിസിബിൾ എപ്പോഴും 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. 5 3 3 5, അതായത് എ ബിയും ബി എയും 5 3യും 3 5ഉം ഈ ഒരു ഫോമാറ്റിലാണെങ്കിൽ അത് 11 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. 5 3 3 5 11 കൊണ്ട് എത്ര ടൈംസ്? 4 ടൈംസ് പറ്റും അല്ലേ? 44. 5 ടൈംസ് പറ്റത്തില്ല, 55. അപ്പോൾ 44. ബാക്കി എത്ര? 9. 3 ഇവിടെ ഉണ്ട്. ബാക്കി 93ൽ എത്ര പ്രാവശ്യമുണ്ട്? 8 ടൈംസ് അല്ലേ? 88. ബാക്കി എത്ര? 13ൽ നിന്ന് 8 പോയാൽ 5 അല്ലേ? ബാക്കി ഇവിടെ എത്ര? 5. 5 ടൈംസ്, അതായത് 485 ആണ് നമ്മുടെ ആൻസർ. ഈസി അല്ലേ? അപ്പോൾ ഒരു നമ്പർ 11 കൊണ്ട് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്പേഴ്സ് ഈ ഫോമാറ്റിലാണെങ്കിൽ എ ബി ബി എ 5 3 3 5 ഈ ഫോമാറ്റിലാണെങ്കിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും.